മോമോസാണ്, ചിക്കൻ മോമോസാണ് ഉണ്ടാക്കാൻ പോണേ അല്ലേ. ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമാണ്. സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വരാറുണ്ടെങ്കിലും അവരിങ്ങനെ അവരുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാറുള്ളത് അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളൂ. ഞാൻ എന്നോ കൊറേ ഐറ്റം ഉണ്ടാക്കണ്ടടാ, പക്ഷെ ആരും കാണുന്നില്ല, കാണിക്കാനും പറ്റുന്നില്ല. മെയിൻ ആയിട്ട് നേപ്പാളീസിന്റെ ഈ മോമോസ് എന്ന് പറയുന്നത്. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേനാ. ജഗ്ഗുന്ന് പേര്, കഴിക്കണതൊക്കെ ഇവിടെ വേറെ ആളാ. ശുദ്ധനാണ് പാജുവിനെ പോലെ തന്നെ ചേട്ടനും. സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്. പല പല ഷേപ്പിലേക്ക് ഒരു ഷേപ്പാണ്. അതും എനിക്ക് അറിയില്ല കേട്ടാ. ഇതും തൊട്ട് ചെയ്തേ അതെ, കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കള്ളൻ. ഞാൻ ആദ്യം അതിഥികൾക്ക് തന്നെ ആദ്യം കൊടുക്കാം. ഇവര് നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധമായിട്ട് വീഡിയോ ഉണ്ടായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ കൂടെ ഒരു പട്ടാളക്കാരനാണ് നിൽക്കുന്നത്. അതെ, രാജു ചേട്ടനും ഷൈനി ചേച്ചിയും. അവരിന്ന് നമ്മളെ കുറേ നാളായി വിളിക്കണു ഇവിടേക്ക് വരാനായിട്ട്, നമ്മളെ കാണാൻ വരാൻ. അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, വേറെ ഓരോ തടസ്സങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ ഇന്ന് രാവിലെ വന്നു. ഇന്ന് രാവിലെ വന്നപ്പോൾ അയ്യോ അത് കാണിക്കണ്ടായിരുന്നു. മറ്റേ കുക്കീസും ബ്രൗണിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചേച്ചി വന്നേക്കണേ. ഷൈനി ചേച്ചി അങ്കമാലിയിലാണ് കേട്ടോ ഇവര്. അപ്പോൾ എന്നിട്ട് അപ്പം ആ ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് തന്നെ കൊടുക്കാൻ അല്ലേ. ഭയങ്കര ഇഷ്ടമാണ്. പാചകം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണത്. അപ്പോൾ ഇത് എന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കലേ പറയാണ്, ഞാൻ മോമോസ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. വീഡിയോ എടുത്തോ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കേൾക്കേണ്ട താമസം ചേട്ടൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. ഇവർ രണ്ടുപേരും പാചകം ചെയ്യുന്നത് കേട്ടാ. ഞാനാ പ്രദീപ്. അതിന്റെ ഇടയിൽ രാജു ചേട്ട പട്ടാളത്തിലത്തെ അനുഭവങ്ങളൊക്കെ പറയും ഇല്ലേ. ആൾക്കാരും വിളിച്ച് നമ്മുടെ ചേർപ്പ് പേരും വിളിച്ചിരിക്കുക ആളാണ്. നമ്മുടെ ഈ ഇവിടുത്തെ BSFന്റെ പാലക്കാവിലായിരുന്നു. 3 വർഷം അവിടെ എവിടെയാ? ബംഗ്ലാദേശ് ബോർഡറിൽ ഡ്യൂട്ടിയിലാണ്. 40 കൊല്ലായില്ലേ ആവാൻ പോണു. ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർ ആവും. അപ്പൊ ആൾക്ക് ഇടയിൽ VRS എടുക്കാനൊന്നും താല്പര്യമില്ല. സേവനം മുഴുവനാക്കണം മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഇതിലാണ് ആള് നിൽക്കണേ. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് ആള് റിട്ടയർ ആവുക. അപ്പൊ ഇപ്പൊ ലീവിന് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അല്ലേ. 28-ാം തീയതി തിരിച്ചു പോവാള്. അപ്പൊ അതിന് മുന്നായിട്ട് അവര് നമ്മളെ കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ നമുക്ക് തുടങ്ങാം. കാണാൻ വേണ്ടി വന്ന് അതൊരു വീഡിയോയിലേക്ക് എത്തി. മോമോസാണ്, ചിക്കൻ മോമോസാണ് ഉണ്ടാക്കാൻ പോണേ അല്ലേ. ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി നോക്കാം. നാളെ ഇത്ര നേരം വായ പൂട്ടാണ്ട് വർത്താനായിരുന്നു കേട്ടാ. ക്യാമറ ഓൺ ആക്കിയപ്പോൾ സൈലന്റ് ആയി. ഇതാണ് ചേച്ചി നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന സാധനം. സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വരാറുണ്ടെങ്കിലും അവരിങ്ങനെ അവരുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാറുള്ളത് അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളൂ. മിക്കവാറും പേര് വിദേശത്ത് നിന്ന് വരുന്നവരായിരിക്കും. അപ്പോൾ വിദേശത്ത് നിന്ന് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാവും കൊണ്ടുവരാറ്. അപ്പോൾ ചേച്ചി ഇതേ കൊണ്ടുവന്നേക്കണ നോക്കിയേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. എന്തിട്ട് പേര്? നാൻ കട്ടായി എന്നാണ് പേര്. നമ്മൾക്ക് ഇവിടെ കുക്കീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിൽ പോയാൽ ഞാൻ പറയും ചേട്ടനോട് വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കും. ചേട്ടൻ ചിലപ്പോൾ നല്ല നേരമാണെങ്കിൽ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ വാങ്ങിച്ചു തരാറില്ല. പിന്നെ ഇതേ ബ്രൗണി, ഇത് ഹാർട്ട് ഷേപ്പ്ഡ് ആയിരുന്നു. എൻ്റെ ഈ സൈഡ് ഞങ്ങൾ കഴിച്ചു. അതേ ജഗ്ഗു കഴിക്കാൻ വരാൻ നിൽക്കുക. ഭയങ്കര സോഫ്റ്റ് ആട്ടാ. അപ്പം ഇനി നമ്മളിനി അങ്കമാലിയിലേക്ക് പോവും. എന്നിട്ട് ഷൈനി ചേച്ചിയുടെ കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്യും. ചേച്ചിക്ക് ഇന്ത്യയിലത്തെ മൊത്തം റെസിപ്പികൾ അറിയാം. കാരണം ഇവർ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് ജമ്മു കാശ്മീരും പിന്നെ എങ്ങനെ എവിടെ പഞ്ചാബ് അങ്ങനെ പല സ്ഥലങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലായിടത്തെയും അറിയാം. പിന്നെ പ്രത്യേകിച്ച് കുക്കിംഗ് ഇഷ്ടമുള്ള ആളുമാണല്ലോ അല്ലേ. അപ്പം അത് കാരണം കൊണ്ട് എല്ലായിടത്തെയും പഠിക്കും. ചിക്കൻ ഉപ്പിട്ടിട്ട് വേവിക്കാം. ചിക്കൻ ഒരു ചിക്കൻ വാങ്ങിച്ചാലത്തെ കുറച്ച് നന്നായിട്ട് മാംസമുള്ള കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. വേവിച്ചിട്ട് ആവശ്യമുള്ള നമുക്ക് എടുക്കാം. ബാക്കി വരുന്നത് നമുക്ക് ജഗ്ഗുവിന് വല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ എടുക്കാം. ചേച്ചി പേടിച്ചിട്ട് വെറുങ്കലിച്ചിട്ടാണ് നിൽക്കണത്. ഞാനേ സാധാരണ നമ്മൾ നന്നായിട്ട് പാചകം അറിയണവരാണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും, ഒരു വീഡിയോ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ചേച്ചിയുടെ വല്ല റെസിപ്പി ചെയ്യാം. ഇത് ആളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ എന്നോ കൊറേ ഐറ്റം ഉണ്ടാക്കണ്ടടാ, പക്ഷെ ആരും കാണുന്നില്ല, കാണിക്കാനും പറ്റുന്നില്ല, എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഷൈനി ചേച്ചീനെ ഇപ്പോഴെങ്കിലും ഫേമസ് ആവട്ടെ. അപ്പോൾ ഇത് അടച്ചിട്ട് നമുക്ക് വേവിക്കാം. മൈദ എടുക്കാണ് കേട്ടോ. ഇവർക്ക് 2 മക്കളാണ് കേട്ടോ, ഒരാണും ഒരു പെണ്ണും.
മോൻ്റെ കല്യാണം കഴിഞ്ഞു, 2 പേര് UK-ലാണ്. ആള് ക്യാമറാമാനായില്ലോ. ഇത് അങ്ങോട്ടൊന്ന് കാണിച്ചേ. മോമോസ് കൂടുതലുണ്ടാക്കിയ കഴിക്കാൻ ആളുണ്ട്. ജഗ്ഗു അവസാനിപ്പിച്ചോളും. അതെ, എന്നാലും ഒത്തിരി വേണ്ട കേട്ടോ, ഇത്രയും മതിയാവും. നമുക്ക് ചേട്ടന്മാർക്ക് കൊടുക്കാലോ. അതെ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടേ. പിറ്റേ ദിവസം വീഡിയോ വരുമ്പോ ചോദിക്കും ജഗ്ഗു അങ്ങോട്ട് ചെല്ലുമ്പോ, ഇന്നലെ ഉണ്ടാക്കിയ സാധനം ഞങ്ങക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കുറച്ചും കൂടി ഇട്ടോ, കുറച്ച് മൈദയുടെ അതും കൂടി ഇട്ടാലോ. എടുക്കണോ? ഉപ്പിട്ടു. അപ്പോൾ ഈ മൈദ മാവ് അതിൽ ഉപ്പിട്ടു. പിന്നെ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ വേണം. കുഴക്കാൻ വേണ്ടിയിട്ട്, ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. മതി അല്ലേ? ഇനി വെള്ളം ആവശ്യത്തിന് ഒഴിക്കട്ടെ. ചേച്ചി സമാധാനമായിട്ട് ചേച്ചിയുടെ കിച്ചണിൽ ചെയ്യില്ലേ, അങ്ങനെ വിചാരിച്ച് ചെയ്തോ. ഇവിടെ ആരും ഇല്ല, അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചോട്ടോ. നല്ല വെയിറ്റ് ആണ്, കാരണം ഒടിഞ്ഞ കൈ ആയതുകൊണ്ട്. ഈ കൈക്ക് എന്തുട്ടാ പറ്റിയിട്ടില്ല? ആക്സിഡന്റ് പറ്റിയിട്ടില്ല. വെളിന്ന് വീണിട്ട് ഇതാക്കിയ ജമ്മു കാശ്മീരിൽ വെച്ചിട്ട്. അതേപോലെ സ്റ്റീൽ റോഡൊക്കെ ഇട്ടിട്ട് റിമൂവ് ചെയ്തു. പക്ഷെ വേദന ഒന്നും വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം ഒഴിച്ചോട്ടോ. ആൾക്ക് കൃഷി, പാചകം ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ പോകുമ്പോ ഇവിടെ നിന്ന് മണ്ണുത്തിന്ന് കൊറേ തൈകളൊക്കെ വാങ്ങിക്കണം. നമ്മുടെ പട്ടിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. മൃഗങ്ങളെ എല്ലാം ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇപ്പൊ വല്ല പട്ടിക്കുട്ടികളുണ്ടോ വീട്ടില്? ഇല്ലടാ, ഞാൻ ഒറ്റയ്ക്കുള്ളേ. അവർക്ക് ഭക്ഷണമൊക്കെ എങ്ങനെ, പിന്നെ ഞാൻ അങ്ങനെ ഇറച്ചികൾ കഴിക്കാറുണ്ട്. അവർക്ക് ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ. ചേച്ചി വെജിറ്റേറിയൻ കൂടുതലും. അതെ. മോന്റെ കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനൊക്കെ അയച്ചിട്ട് ഞങ്ങള് കല്യാണത്തിന് പോണെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എന്താണാവോ ആ ദിവസം പറ്റിയത്, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഇനി പോണം, വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ വീഡിയോകൾ ചെയ്യണമെന്ന്, കുറേ റെസിപ്പികൾ അറിയാമെന്ന് പറഞ്ഞ. ഇപ്പം ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തിട്ട് തോന്നണത് വേണ്ടായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ടാ? നോക്കട്ടെ, നിങ്ങളുടെ അതിൽ കമന്റ് വരുമല്ലോ. എന്ത് എന്തായിരുന്നു എന്നൊക്കെ വരുമല്ലോ, അഭിപ്രായം പറയൂല്ലോ. ഇങ്ങനെയല്ല എങ്ങനെയായിരുന്നു എന്നൊക്കെ. കുറച്ച് മൈദ ഇട്ടോട്ടോ. ചേച്ചിക്ക് കുഴക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അല്ല, ഞാൻ വേണമെങ്കിൽ കുഴക്കാം. ചപ്പാത്തിയൊക്കെ ഞാനൊരു 100 വേണമെങ്കിൽ ഉണ്ടാക്കാം. എനിക്ക് എക്സ്പീരിയൻസ് ഇഷ്ടമാണ് കേട്ടോ പാചകം. ഇഷ്ടം. അതെ, ചേച്ചി പറയാ തുന്തുരുവിന്റെ ഷോപ്പ് കുരേച്ചിറയാണല്ലോ, ആ ചാലക്കുടി. അവിടേക്ക് ആയിരുന്നു വെച്ചെങ്കിൽ ചേച്ചി വന്നേനെന്ന് ഹെൽപ്പ് ചെയ്യാൻ തുന്തുരുവിനെ കുക്കിങ്ങില്. അത്രയ്ക്ക് ഇഷ്ടമാണ് പാചകം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഓരോ ഹോബി ഉണ്ടാവും. അത് തന്നെ. ചേട്ടനാണ് അസിസ്റ്റന്റ്, അതായത് വീട്ടില് ചേട്ടന് ഇഷ്ടമാണോ കുക്കിംഗ്? അല്പം പോലും അറിയില്ല. ചായയൊക്കെ ഉണ്ടാക്കും, മുട്ട പൊരിക്കും, അതൊക്കെ ചെയ്യും. പാചകം ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, എനിക്ക് ഇഷ്ടമാണ്. എത്ര കഷ്ടപ്പെട്ടിട്ട് നടുവേദന ആയാലും ഞാൻ അത് ചെയ്യും, മടിയില്ല എനിക്ക്. അപ്പൊ ഷൈനി ചേച്ചി ഇവിടെ മോമോസിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ചട്നി ഉണ്ട് ഇത്രേ. ആ ചട്നി ഉണ്ടാക്കണമെങ്കിൽ മുഴുവൻ മുളകില്ലേ, നമ്മുടെ വറ്റൽമുളക്, ആ വറ്റൽമുളകാണിത്. ഈ വറ്റൽമുളകും പിന്നെ ടൊമാറ്റോയും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തണം. ടൊമാറ്റോന്റെ തൊലി കളയണം അല്ലേ? തൊലി കളയാം. പിന്നെ മുളകിന്റെ ഉള്ളിലെ കുരുവൊക്കെ കളയണം. സോഫ്റ്റ് ആകുമ്പോൾ കുരു പുറത്ത് കളഞ്ഞിട്ട് എരി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വറ്റൽമുളക് ദേ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇത് കുരുവില്ലേ, കുരു വേണ്ട, എന്താ വെച്ചാൽ എരിവ് അധികം വേണ്ട. അപ്പോൾ കുരു കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് കുതിർക്കുക കേട്ടോ, വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. തക്കാളിയെ ഇതിൽ മുങ്ങി കെടുക്കണ്ടേ, അപ്പം ഇത്തിരി കൂടി വെള്ളം വേണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാത്രം വളരെ ചെറുതായി പോയി തോന്നുന്നു കേട്ടോ. ഇത് നോർത്ത് ഈസ്റ്റിൽ ഉണ്ടാക്കണ ചട്നിയാണ്. ഇത് കണ്ടേക്കണത് നേപ്പാളീസും ഷില്ലോങ് അങ്ങനെയുള്ള മേഘാലയ, അങ്ങനെ മെയിനായിട്ട് നേപ്പാളീസിന്റെ ഈ മോമോസ് എന്ന് പറയുന്നത്. അവരുടെ ഭക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നോർത്ത് ഈസ്റ്റില് അധികമായിട്ട് ഈ സാധനം കിട്ടും കേട്ടോ, ഏത് ഷോപ്പിൽ പോയാലും. ചൂടോടെ എല്ലായിടത്തും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇത് പെട്ടിക്കടകളില്ല, അതുപോലെ എല്ലാ ഷോപ്പിലും ഇത് കിട്ടും, കാണാം നമുക്ക്. അത് ചൂടോടെ നമുക്ക് കിട്ടും. ഇവിടെയും കോമൺ ആയി തുടങ്ങി അതെ മോമോസ്.
ഹിന്ദി ചൈന ഇവര് രണ്ടേരും ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ. ഓ സ്റ്റീം കർണേക്കില് ഇഡ്ഡലി ബർത്തൻ ചായ പോലെ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഹിന്ദി ഞങ്ങക്ക് പറയാൻ അറിയാലും കേട്ടാ മനസ്സിലാവും. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേനാ. എടാ ഈ ചൊരക്കേനെ പറയുന്നേ ലോക്കിന്നാണ് കേട്ടാ. അപ്പൊ അതിന്റെ കോഫ്ത ഉണ്ടാക്കാറ് നമുക്ക് സമയം ഉണ്ടെങ്കില്. ചെമ്മീനും ചൊരക്ക മാത്രല്ല നമുക്ക് കോഫ്ത അങ്ങനെയുള്ള കൊറേ ഡിഷ് ഉണ്ടാക്കാൻ പറ്റും ലോക്കി കൊണ്ട്, ചൊരക്ക കൊണ്ടല്ലോ. അതെ, ചേട്ടൻ പോയി കഴിഞ്ഞ് ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഇങ്ങോട്ട് വായോ, കുറച്ചു ദിവസം ഇവിടെ നിക്കാം. റൂട്ട് മനസ്സിലായി വരാം. അപ്പൊ നമുക്ക് ചെയ്യാം, വീഡിയോകൾ കൊറേ എടുക്കാം. അതായത് അവിടുന്ന് ബസ് കയറിയിട്ട് ഞങ്ങള് വേണേ കൊണ്ടുവരാൻ വരാം. ഇപ്പഴാ മനസ്സിലായ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒല്ലൂര് ഇറങ്ങിയാ മതി. മതി, ഇപ്പഴാ പറഞ്ഞത് അതാണ് വഴി എന്നുള്ളത്. നേരെ പോകാൻ അറിയാം മണ്ണുത്തിക്ക്. മണ്ണുത്തിയിലേക്ക് വന്നിട്ടുണ്ടോ മുൻപ് തയ്യ വിത്തൊക്കെ വാങ്ങിക്കാൻ? ചെടികളൊക്കെ വാങ്ങി കൊറേ കൊണ്ട് നട്ടിട്ടുണ്ട്. വീട്ടിലെല്ലാം പച്ചിലയുടെ ഒരു ഇതാണല്ലേ. 12 സെന്റ് സ്ഥലത്താണ് വീട് അല്ലേ? പക്ഷെ 1 ഇഞ്ച് സ്ഥലം ഇല്ലാന്ന്. അവിടെ മുഴുവൻ ഈ ഡ്രമ്മിലും അതിലൊക്കെ ഓരോ വൃക്ഷങ്ങളൊക്കെ. 2-3 നേരം മാവ് 3 നെല്ലി. ഞങ്ങള് വരും ഒരു ദിവസം. ചെറിയ വീടാണ്. കുക്കറ് വിസിലടിച്ചുട്ടാ. ഇത് ഒരു കുറച്ച് സമയം ഒന്നും മൂടിക്കല്ലേ? അധികം സമയം വേണമെന്നില്ല, നമുക്ക് അത് ഉടനെ ഉണ്ടാക്കാം. അങ്ങനെ എന്നാലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കട്ടെ, ഡ്രൈ ആവാതിരിക്കാൻ. 3 വിസിലടിച്ചുട്ടാ. അപ്പൊ നമുക്കിത് ഓഫാക്കി ഇടാം. അപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം ചൂടാവാൻ തുടങ്ങി. അപ്പൊ ഇതിലേക്ക് ഇടാല്ലേ. ഈ തക്കാളിയുടെ സ്കിന്ന് പൊട്ടാൻ തുടങ്ങുമ്പോ അതിന്റെ അർത്ഥം അത് ബോയിലായി എന്നാണ് കേട്ടോ. ഇതിന് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ നമുക്ക്. ഗ്രീൻ ചട്നിക്ക് എന്തൊക്കെ വേണം? ഇതിപ്പോ കുറച്ച് ഉപ്പിട്ട് ചട്നി ആയി. ഇത് അല്ല, ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? മല്ലിയിലയും മല്ലിയിലുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ വെളുത്തുള്ളിയുടെ ഒരു 2 അതുകൊണ്ട്. അപ്പൊ അതുണ്ടാക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ. ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. ഇതിന്റെ സ്റ്റീം പോയിട്ടാ. അപ്പൊ തുറന്നിട്ട് ഇതിനൊന്ന് ചൂടാറണം. ചൂടാറിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പൊ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്തുട്ട് ചെയ്യണ്ടേ? ഇത് ഇതിന്റെ ചട്നി ഉണ്ടാക്കാൻ. ഇതിന്റെ തൊലി കളയ. പക്ഷെ ഇത് വിട്ടിട്ടില്ലല്ലോ, സ്കിൻ. ഇത് അപ്പൊ ഇത് എടുക്കാല്ലേ, വെള്ളത്തിന്ന് എടുക്കാല്ലേ. ഇങ്ങനെ പൊട്ടി വരും കണ്ട. അപ്പൊ അതിന്റെ ആ പച്ചമണവും പച്ച ചൊവയൊക്കെ മാറി കിട്ടും. ചേച്ചി കൊറേ വർഷം നോർത്ത് ഇന്ത്യയിലൊക്കെ ആയതുകൊണ്ടേ ഹിന്ദി വരുന്ന ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിന്റെ ഇടയിൽ. സാറില്ല, ഇത് ചൂടാറാൻ വേണ്ടിയിട്ടേ ഇതിന് മാറ്റി വെക്കാണ് കേട്ടാ. അപ്പൊ ചേച്ചി ചാർലിക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഷൈനി ചേച്ചി പറയണേ, ഇത് ഞാൻ എന്ത് ഈസി ആയിട്ട് അവിടെ ഉണ്ടാക്കിയോളാം സാധനം, ഇതിന് ഇത്രയ്ക്കധികം പണിയുണ്ടോന്ന്. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടില്ലേ. അതാണ് നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യണ പോലെ അല്ല, വീഡിയോ എടുക്കുമ്പോ പണി കൂടുതലാ. ഞങ്ങൾക്ക് പിന്നെ ഇത് ശീലായി. കൈ പൊള്ളോ? പൊള്ളലൊക്കെ സഹിച്ച് പാചകം ചെയ്യുന്ന ടീമാ അല്ലേ. പിന്നെ ദിവസം എന്തായാലും ഒരു പൊള്ളലേക്കാത്ത ദിവസം ഉണ്ടോടാ? അല്ല, നീ പാചകം ചെയ്യില്ലല്ലോ അതുകൊണ്ട്. അല്ല, അതെ, എനിക്ക് ഒന്നാട് പൊള്ളി. ഇതേ ഇവിടെ മറ്റേ ചീഞ്ചട്ടി മോണ്ടു കൈ എല്ല് മാറ്റിയിട്ട് നമ്മൾ ഇടാണ് ചെക്ക് ചെയ്തുകൊണ്ടേ. ജാറിലേക്ക് ഇടാണ് കേട്ടോ, എല്ലൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട്. മഞ്ഞള് ചേർക്കാത്ത എന്താന്ന് വെച്ചാല് ഇതിന്റെ കളർ പുറത്തേക്ക് കാണൂല. അത് വൈറ്റ് ആയിട്ട് ഇരിക്കണേ മൊമോസ്. അതാണ് മഞ്ഞൾ മാത്രം ഇതിൽ ചേർക്കൂല കേട്ടോ. ബാക്കി എല്ലാ മസാലയും ചേർക്കാം. ചിലപ്പോ ചിക്കൻ അധികം ആവട്ടെ, നമ്മൾ ആവശ്യമുള്ള എടുക്കണുള്ളൂ. പിന്നീട് ഉണ്ടാക്കാലോ. അതെ, അതിപ്പോ ബ്രെഡിന്റെ ഇടയിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതും കൂട്ടി ചേർത്തിട്ടേ സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിച്ചോളും ജഗ്ഗു. ഞാനും കഴിക്കും. ജഗ്ഗുന്ന് പേര്, കഴിക്കണതൊക്കെ ഇവിടെ വേറെ ആളാ. അപ്പോൾ ചിക്കൻ ഇതിലൊന്നിട്ടിട്ടേ ചേച്ചി ഇത് നോക്കിയാൽ മതിയോന്ന്? ഇത്ര മതിയാ? ഒന്നും കൂടി ആവണം കേട്ടോ. ഈ പീസ് ഒന്നും വലിയ പീസ് വേണ്ട. തേട്ടാ ഇങ്ങനെയുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഇട്ടിട്ടേ ഇതിന്ന് വലിയ പീസ്. അയ്യോ,
ആ വലിയ പീസുകൾ മാറ്റാം. ഇതിൽ ഇനി വല്ല എല്ല് പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മാറ്റി വേവിച്ച് വെച്ച ചിക്കൻ മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ഇത് ഇത്രയും വേണ്ടി വരില്ല അല്ലേ. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സിനുള്ള സാധനം ശരിയാക്കാൻ പോവാണ് കേട്ടോ. അതിലേക്കുള്ള ചിക്കൻ പൊടിച്ച് വെച്ചു. ഇനി പാൻ വെച്ചിട്ട് ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുക. സൺഫ്ലവർ ഓയിൽ വെച്ചു. ആ ചേച്ചി വീട്ടിലുണ്ടാക്കുമ്പോൾ ഏത് ഓയിലാണ് ചെയ്യുക? അല്പം മതി കേട്ടോ. ഞാൻ ഓയിൽ ചേർക്കാതെ ഞാൻ വെജിറ്റബിളിൻ്റെ ഇതുവരെ ഉണ്ടാക്കിയേക്കണത്. അപ്പം അതിന് ആവശ്യമില്ല. അത് ചെറുതായി നുറുക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ ഫില്ല് ചെയ്തിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ഓയിൽ വെച്ചാട്ടോ. കുറച്ച് മതി. മതിയാ? ഒരു സ്വല്പം കൂടി വെച്ചാൽ മതി മതി മതി. തൊലി കളയാല്ലേ തക്കാളി. ഇത് ചട്നിയിലേക്കുള്ളതാണ് കേട്ടോ, ചുമപ്പ് ചട്നിയിലേക്കുള്ളതാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വെളുത്തുള്ളി ഇടുന്നു. ഇഞ്ചി, മല്ലിയില, നമ്മുടെ വീട്ടിലത്തെ മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ വാങ്ങിച്ച മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് ജസ്റ്റ് ഇത് പച്ചമണം പോകുന്നവരെ വഴറ്റിയാൽ മതി. ഭയങ്കര വാടൊന്നും വേണ്ട. സ്റ്റീമിൽ വേവിക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഭയങ്കര ബ്രൗൺ കളർ ആക്കൊന്നും വേണ്ട. അപ്പൊ ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇനി ഓനിയൻ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. തീകത്തുണ്ടോ സംശയം? പട്ടാളക്കാരനുണ്ട് മേൽനോട്ടം കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ പോയി നോക്കണം ഇടയ്ക്ക്. ഉപ്പിടാണെങ്കിൽ പെട്ടെന്ന് വഴന്നു സ്വല്പം ഇട്ടാവേ. കാരണം ചിക്കനിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ്. അതുകൊണ്ട് കുറച്ചിടാവും. മതി 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 മതി. ഇവിടെ നമ്മൾ തക്കാളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുളകിൻ്റെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനി അടിക്കാം. ഇതിൽ വേറെ വല്ലതും ചേർക്കും? ഉപ്പ് മാത്രം ചേർക്കുള്ളൂ? ഉപ്പ് മാത്രം ചേർത്ത് രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് അടിക്കല്ലേ. അപ്പോൾ സവാള അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വഴന്ന് വരണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഒരു ലേശം മുളക് പൊടി, നമ്മൾ കുരുമുളക് പൊടി ഇടും ഇനി. പിന്നെ പച്ചമുളക് ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ വേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി എത്ര വേണം? ഇടാം, കുറച്ചുകൂടി ഇടാം. ഇത്ര ഇട്ടു. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി മതി. ഇനി വേണം കുറച്ചുകൂടി ഇടാട്ടോ. അപ്പോൾ ഈ പൊടി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി ചിക്കൻ. ചേച്ചി പറഞ്ഞാൽ മതി കേട്ടോ അത്ര വേണമെന്ന്. തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ചിക്കൻ അല്ല അതിലേക്ക് ഇനി വേണ്ടി വരുമോ? മൈദയല്ലേ അപ്പൊ ആ കണക്കിന് കുറച്ചുകൂടി ഇട്ടോ കേട്ടോ. കുറച്ചുകൂടി ഇട്ടോ. മതി 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 മതി. ഉപ്പ് നോക്കിയാ സാധ്യത. ഉപ്പ് നോക്കാൻ പോവാട്ടാ. ചേട്ടൻ ക്യാമറയുടെ അപ്പുറത്തായതുകൊണ്ട് ഉപ്പ് നോക്കാനുള്ള ജോലി എനിക്കാണ്. ഉപ്പുണ്ടോ? അപ്പോൾ ഉപ്പ് ഒക്കെ പാകത്തിനാണ് കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ മല്ലിയില ഇടുന്നു. ഇനി നമ്മൾ പരത്താൻ പോവാണ്. പരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിയ ഷീറ്റായിട്ട് പരത്തുക. അങ്ങനെ പരത്തിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം, ഇങ്ങനത്തെ ഒരു ഇപ്പം ഇവിടെ ഉള്ള ഒരു പാത്രമാണിത്. കട്ടറുള്ളവർക്ക് അത് ചെയ്യാം. നമ്മുടെ വീട്ടിൽ അതൊന്നും ഇല്ല. അപ്പം നമ്മൾ ഇവിടെയുള്ളൊരു പാത്രം കാണിച്ചപ്പോൾ ചേച്ചി ഇത് ഈ വട്ടം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ 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 എടുക്കും. അപ്പോൾ അതിന് അപ്പോഴത്തേക്കും നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ ഇത് വെക്കാൻ പോവാട്ടാ. ഇത്തിരി വെള്ളമാക്കിയിട്ട് അത് അപ്പോഴേക്കും തിളക്കട്ടെ. അത് ഇപ്പുറത്തെ അടുപ്പിലായിക്കോളും അപ്പോഴേക്കും. അതിൽ വെച്ചാൽ മതിയാ? ഓക്കെ, അത് മാറ്റല്ലേ അല്ലേ. അത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചോന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. സ്റ്റീമർ, അതിൻ്റെ തീ കത്തിക്കാം. അതവിടെ ചൂടാവട്ടെ. നമ്മൾ മുന്നേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മൈദമാവ്, അതെടുത്തു. അതിന് പരത്താൻ പോവാം. അപ്പോൾ അതിനി ഇവിടെ വലിയ ഷീറ്റാക്കി പരത്തിയിട്ട് അതിങ്ങനെ ആക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ മൂടിയാണ് എടുത്തേക്കണേ. അപ്പോൾ കുറച്ച് മൈദ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ പരത്തുന്നു. ഇത് മൊത്തം അങ്ങനെ തന്നെ വെച്ചിട്ട് പരത്ത ചേച്ചി? ഒരുമിച്ച് പരത്തിയിട്ട് കട്ട് ചെയ്ത് എളുപ്പം. അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് തന്നിട്ടുണ്ടല്ലേ. പരത്താനുള്ള സാധനം എടുക്കണ്ടേ? ഇത് അതെടുത്തിട്ട് വരാം.
പരത്താൻ പോവാണ് കേട്ടാ. ഒറ്റയടിക്ക് പരത്തണില്ല, ഒറ്റയടിക്ക് ആകുമ്പോ കനം കൂടും. അപ്പൊ പകുതി മാവ് എടുത്തിട്ടാണ് പരത്താൻ പോണേ. 2 പോർഷൻ ആക്കിട്ട്. ഇത് പരിചയമില്ലാത്ത കോലായതുകൊണ്ട് വീട്ടില് വേറെ ടൈപ്പാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ പരത്തണ മൈദമാവ് കുഴച്ച് വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഉടനെ തന്നെ കുഴച്ച് ഉണ്ടാക്കാം. ഉണ്ടാക്കാം. ഒരു കുറച്ചുകൂടി അപ്ലൈ ചെയ്താ അത് ഒട്ടിപ്പിടിക്കല്ലേ. നീട്ടി അങ്ങോട്ട് കൊണ്ടുപോവാ. മക്കൾക്കൊക്കെ അമ്മയുടെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ആ തീർച്ചയായിട്ടും. മോള് പറയുന്നു ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കല്ലേ അമ്മേ, ഞാൻ വണ്ണം വെക്കണമെന്ന് പറയുന്നു. ഇടാല്ലേ പൊടി മതി. അല്ല ഒട്ടിപ്പിടിക്കണ്ടെങ്കിലേ ഒത്തിരി ആയിക്കോട്ടെ. മൊമോസ് എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ട് പരത്തണം കേട്ടോ, അല്ലെങ്കിൽ കട്ടി വന്നാൽ കൊള്ളില്ല, കഴിക്കാനായിട്ട് ഒരു ഇതുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് അല്ല അത് സ്റ്റെപ്പ് ചവറല്ല, ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളാ. അജുവിന്റെ തമാശകൾ പൊട്ടിച്ചിരിക്കറിയാ പറയും ചേട്ടാ. ഏകദേശം അജു ചേട്ടന്റെ ഒരേ സ്വഭാവം പോലെ എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. അത് കൊറേ പേര് ഫോൺ വിളിച്ച് പറയാറുണ്ട്. ശുദ്ധനാണ്. ഇപ്പൊ അജുവിനെ പോലെ തന്നെ ചേട്ടനും സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്. ഭയങ്കര കള്ളം പറയില്ല, സത്യസന്ധത ഭയങ്കര. ആ കുഴപ്പമില്ല അല്ലേ? ഇനി കട്ടി കുറയ്ക്കണ വേണ്ട, ഇനി വേണ്ട. ഇവിടെ കുറച്ച് കട്ടിയുണ്ടാ സ്വല്പം, ഒരുപാട് ഇങ്ങനെ അതിൽ ഒട്ടി പിടിക്കാൻ മാതിരി ആക്കണ്ട കേട്ടോ. സോഫ്റ്റ് ആയിട്ട് മതിയോടാ. കട്ട് ചെയ്യാണ് കേട്ടാ. ഇങ്ങനെ ആക്കാൻ വേണമെങ്കിൽ ഇതിന്റെ അയ്യോ ആ സാധനമാണോ തിരിയണേ? സ്ക്രൂ ഒന്ന് തിരിക്കുമ്പോഴേ കട്ടാവും. ഓരോന്നോരോന്ന് എടുത്ത് കട്ട് ചെയ്ത് ഒത്തിരി നേരം തപ്പിയിട്ടാണ് അത് കിട്ടിയത്. അടുത്തടുത്ത് ചെയ്താൽ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും. അതെ കിട്ടോ ഇവിടെ ഒരെണ്ണം. അപ്പൊ നമ്മള് ഇതൊക്കെ എടുക്കുകയാണ് കേട്ടാ. ഇനി ബാക്കി ഈ മാവിനെ വീണ്ടും നമ്മൾ കുഴച്ചിട്ട് വീണ്ടും പരത്തും. അപ്പോഴത്തേക്കും ഇതില് ഈ ആക്കിയല് നമുക്കിനി ഫില്ലിങ് നിറച്ചിട്ട് ഇത് ആവി വന്നു തുടങ്ങി അതിൽ വേവിക്കാൻ വെക്കാം. കുറച്ച് വേവിച്ചു കൊടുക്കാം. ആ ചേട്ടൻ പറഞ്ഞോ നീ എന്തിനാ അവിടെ പോയി നിക്കണേ? ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാട്ടോ. ഇനി പല ഷേപ്പിലേക്ക് ഇതൊരു ഷേപ്പാണ്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. അതെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാട്ടോ. ഷേപ്പ് എന്നിട്ടായാലും ടേസ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. അതെ ഇതിങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടാ. ഇതിനെന്താ പറയാ ഡിസൈൻ? അങ്ങനെയൊന്നുമില്ല, പേരില്ലാത്ത ഡിസൈൻ. അതേ കണ്ട ഇതൊരു ഡിസൈൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു മിനിറ്റ് കേട്ടാ, നമ്മൾ ഇതിലാവി വന്നു. ഇതിലാദ്യം ഓയിലാക്കണം. ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു പൊട്ടോ ഓയിൽ ഒഴിക്കണം കേട്ടാ. അയ്യോ ഒരു പൊട്ടൊന്നല്ലത്, ഇത് കുറച്ചധികമായി. ആ മറ്റേ സാധനത്തിലേക്ക് ആക്കിക്കൂടെ? അടുത്ത ഷേപ്പ് വേറെ ടൈപ്പ്. ആ ഇഡ്ഡലി ചെമ്പിന്റെ ആ മൂടി എടുക്കും, അതിലേക്ക് ആക്കാം. ആ ഈ ഷേപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടേക്ക്. ഇവിടെ ഈ ഷേപ്പ് കുറേ ടൈപ്പ് ഉണ്ടാക്കാട്ടോ മൊമോസ്. പണ്ടത്തെ തുണി കെട്ടില്ല, ബാണ്ടക്കെട്ട്, പോട്ടിലി എന്ന് പറയും ഹിന്ദിയിൽ. പോട്ടിലി ഇങ്ങനെ ആക്കാം നമുക്ക്. രണ്ട് ഡിസൈൻ, ഈ 2 ഡിസൈൻ പോരാ? ആ മതി. ആദ്യത്തെ ഡിസൈൻ ഉണ്ടാക്കാം, അതാ നല്ലത്. ഇത് ഓയിലാക്കിയത് ഇതിലേക്ക് വെച്ചു. സരിത ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അയ്യോ എനിക്കിത് പറ്റും തോന്നുന്നില്ലേ? ഇത് തള്ളി തള്ളി കൊടുക്കുക, പിന്നെ ഒട്ടിക്കുക. ഇതിങ്ങനെ എനിക്ക് അതാ നല്ലത്, പണ്ടക്കെട്ട്. അതാ പിടിച്ചത് ഇങ്ങനെ ആക്കിട്ട് ചുരുട്ടി കൂട്ടിയാ മതി. പോട്ടിൽ ഇത് നല്ലതല്ലേ? ഇത് വെക്കാലോ. അതിലേക്ക് വെക്കാണ് കേട്ടാ, വേവിക്കാൻ വെക്കാണ്. ഇത് ചിക്കൻ അല്ലാണ്ട് വെജിറ്റബിൾസിന്റെ ആണ് ചേച്ചി കൂടുതൽ ഉണ്ടാക്കാറ് അല്ലേ എപ്പോഴും വീട്ടില്? വളരെ എളുപ്പമാണ് അത്. അത് കാബേജ്, ക്യാരറ്റ്, പിന്നെ എന്തൊക്കെ ഇടും? ക്യാരറ്റും
സവോളയില്ലേ, പച്ചമുളക്, അത് മാത്രം മതി അതിലേക്ക്. അതൊക്കെ അരിഞ്ഞിട്ട് വെറുതെ ഇതിൽ വെക്കുള്ളൂ, അതെ അതെ. വേവിക്കുകയില്ല, വഴറ്റൂല, ഒന്നും ചെയ്യില്ല. അത് അരിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അതെ അതെ, നന്നായിട്ട് ഒരു നൈസായിട്ട് അരിയണമെന്നുള്ള. വേറെ എന്ത് ചേർക്കും? മുളക് പൊടിയോ ഒന്നും ചേർക്കില്ല? ഇല്ല, കാരണം നമ്മൾ ചട്നിയിൽ ഓൾറെഡി എരിവുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിൽ അധികം എരിവിന്റെ ആവശ്യമില്ല. അപ്പോൾ ഉപ്പ് മാത്രം ചേർക്കും? അതെ അതെ, ഉപ്പ് മാത്രം മതി. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ? ചട്നിയുടെ കൂടെ അതാണല്ലോ, അതായത് സിമ്പിളായിട്ട് കഴിക്കാൻ, അതായത് ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് പരമാവധി. അതാണ് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, മൈദയാണ്. മൈദ ദോഷമാണെന്ന് കേൾക്കുന്നത്. അല്ല, ഇത് ഗോതമ്പ് പൊടി ഉണ്ടാക്കി കൂടെ? ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി ആണെങ്കിൽ കുഴപ്പമില്ല സാധനം. ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഞാൻ കൈ കടത്തുന്നില്ല. അല്ല, നോക്കാച്ചു, വേഗം ആവൂല. അതാ ഇല്ല, രണ്ടുപേരും ചെയ്താൽ മതി. സരിതാ ഇങ്ങനെ വെച്ചിട്ട് കുമ്പിള് പോലെയൊക്കെ വേണമെങ്കിൽ ഇതിൽ കുറച്ചിട്ടു കോട്ടില് ബാണ്ടക്കെട്ട്. അതും എനിക്കറിയില്ല കേട്ടാ. ഇതും തൊട്ട് ചെയ്തേ ആദ്യം തന്നെ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് അതിനെ ഇങ്ങോട്ട് തള്ളിയിട്ട് ഇങ്ങനെയാക്കി, എന്നിട്ട് ഒട്ടിച്ചു. ഒട്ടുള്ളേ. എന്നിട്ട് ചേച്ചി സിമ്പിൾ ആയിട്ട് ആക്കണ്ടല്ലോ. എന്നിട്ട് ഞാനൊന്നുകൂടി കാണിക്കാട്ടാ. നോക്ക്, ഇടുന്നു, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു. ഇത് അകത്തോട്ട് വയ്ക്കാട്ടാ. അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഈ ഒട്ടിക്കണേനെ വീണ്ടും അകത്തോട്ട് തള്ളി വയ്ക്കുക, പിന്നെ ഒട്ടിക്കുക, അകത്തോട്ട് തള്ളി വെച്ച് ഫ്ലീറ്റ്സ് എടുക്കുക, അകത്തോട്ട് തള്ളി വയ്ക്കുക, ഫ്ലീറ്റ്സ് എടുക്കുക. ഇങ്ങനെ ഇത് അകത്തോട്ട് തള്ളാതെ രണ്ട് സൈഡ് ഒട്ടിച്ച് തുടക്കം വരെ പൊളിഞ്ഞു വരും. അല്ല, എങ്ങനെയെങ്കിലും ഇത് ഒട്ടിയാ പോരെ? ഒട്ടിയാ മതി. പോട്ടിലുണ്ടാക്കി കിഴി ഉണ്ടാക്കിക്കോ, തീർന്നല്ല, പിന്നെ പ്രശ്നമില്ലല്ലോ. അതെ, എന്നിട്ട് എന്തൊരു ചെയ്തേ? ഇങ്ങനെ ചെയ്താ പോരെ? അല്ലെങ്കിൽ വേറെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് പോയാൽ മതി. അത് കണ്ട, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അത് കുഴപ്പമില്ല. അതെ, ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പോവാം. വേറൊരു ഡിസൈനായി ഇതിങ്ങനെ കണ്ട, ഇതിങ്ങനെ വേറെ ഡിസൈൻ ആവുന്നുള്ളൂ. അതാ ഇങ്ങനെ വരും. അല്ല, പറയണ്ട ആവശ്യമില്ല, കണ്ടറിയാം. സരിത, അപ്പൊ അടുത്തത് പരത്താട്ടോ. ഇനി പരത്താം. അസിസ്റ്റന്റ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു തരുന്നു. പൊട്ടിപ്പിടിക്കാതെ ഇത്തിരി അകത്തി വയ്ക്കാണ് നല്ലത്. ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചു കേട്ടാ, ബാക്കിയുള്ളത് ഞങ്ങൾ പരത്തി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പരത്തി വെച്ചു. അപ്പോഴേക്കും ദേ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചതായിട്ട് ഇത് പെട്ടെന്ന് വേവും. ദേ നമ്മൾ എടുക്കുകയാണ് കേട്ടാ. സുഖമായിട്ട് എടുക്കാം, നമ്മൾ ഓയിൽ പറ്റിയിട്ടുള്ള കാരണം കൊണ്ടേ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഏതാന്ന് ചേട്ടൻ കണ്ടുപിടിക്കണം കേട്ടാ. അതാണ് ചേട്ടനുള്ള ടാസ്ക്. കണ്ടുപിടിച്ചു പെട്ടെന്ന് തന്നെ, കള്ളൻ. അത് വേഗം മനസ്സിലാവും. കഴിച്ചു നോക്കിയ ഫില്ലിങ്. ശരി, കഴിക്കല് തുടങ്ങിയ ചട്നി ഉണ്ടാക്കുമ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടാ? ചട്നിയിൽ മുക്കി കഴിക്കണം, അപ്പോഴാണ്. അല്ലെങ്കിൽ സോസ് ആയാലും മതി കേട്ടോ. നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, തക്കാളി അതിട്ടു, പിന്നെ മുളകിട്ടു, 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടു, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു ചട്നി, റെഡ് ചട്നി റെഡി. ടേസ്റ്റ് നോക്കിയ ജഗ് ഉപ്പുണ്ടോ നോക്കിയേ. അല്ല, ചട്നി ഉപ്പുണ്ടോ നോക്കാൻ എന്തിനാ അത് എടുക്കണേ? ഉപ്പ് കുറവാ? ഉപ്പിടൂ. ഉപ്പിട്ടോ ചേട്ടാ? ദേ ഉപ്പിരിക്കുന്നു. തക്കാളിയുടെ ടേസ്റ്റ് മാത്രം അറിയണുള്ളൂ. അധികമായോ? തന്നെ
ഈ പച്ച ചട്നി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണ് മല്ലിയില. ഷൈനി ചേച്ചി അവിടെ ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചട്നി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇതിന് വലിയ എരിവ് വേണ്ട അത്ര. അപ്പോൾ 2 പച്ചമുളക് മതി. 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 തക്കാളി. നമ്മുടെ തക്കാളിന് കേട്ടാ ഒരു കഷം തന്നെ പകുതി. ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ട് അരയ്ക്കുക. എന്നിട്ട് പിന്നെ ഒരു ചെറുനാരങ്ങ നീര് മുഴുവൻ വേണം. ഇല്ല, ഒരു നാരങ്ങയുടെ പകുതി. ഒത്തിരി പുളി വേണ്ട. ആദ്യം പുളി വേണ്ട. ആ പച്ച കളർ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അത് ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെള്ളം ഒഴിക്കുമോ? കുറച്ച് വെള്ളം വേണ്ടി വരില്ലേ? വേണ്ടി വരില്ലേ? അരക്കട്ടെ കേട്ടാ. ആയില്ല. ചേട്ടൻ്റെ മുഖത്തിനൊരു വാട്ടം വിശന്ന് തുടങ്ങി. സ്വല്പം വെള്ളം ഒഴിക്കണ്ട, ചട്നി ആവില്ല. കുറച്ച് അറിയാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം. കുരുവില്ലല്ലോ, ചട്നി അധികമായി. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്. മതി. പച്ച ചട്നി കുഞ്ഞ ബൗളുകൾ മതിയായിരുന്നു അല്ലേ? ചേട്ടാ ഇതിൻ്റെ എന്തോ പച്ച ചട്നിയിൽ ഉപ്പ് നോക്കിയേ ചേച്ചി. ആയില്ലേ ഇത്? ആയി. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് ആയിരിക്കുന്നു. എത്രണ്ണപ്പം ഇതിന്ന് കഴിച്ചു നിങ്ങൾ? ഇല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പ് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ ഇവിടെ ക്ഷമ നശിച്ചിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്. വാ ഭയോ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ. ഞാൻ ആദ്യം അതിഥികൾക്ക് തന്നെ ആദ്യം കൊടുക്കാം. സാധാരണ ഉണ്ടാക്കാറുള്ള പോലെയുള്ള ടേസ്റ്റ് വന്നിട്ടുണ്ടോ നോക്കിയേ. നിതിൻ കഴിച്ചു നോക്കിയേ. എന്തിട്ട് തോന്നണ ചേച്ചിയെ? ഗ്രീൻ ചട്നിയിൽ സ്വല്പം ഉപ്പ് വേണം. ജഗുവിന് ഇഷ്ടപ്പെട്ടാ? ജഗുവിൻ്റെ അടുത്ത് ടേസ്റ്റ് ചോദിക്കാണ്ടിരിക്കാൻ നല്ലത്. വേറെ എന്തിൻ്റെങ്കിലൊക്കെ ടേസ്റ്റ് പറയും. ഞാൻ നോക്കട്ടെ. ഞാനിങ്ങനെ ഇട്ട് നോട്ടാ. എരിവുണ്ടല്ലേ ചട്നിക്ക്? അപ്പൊ ഇത്രയ്ക്ക് മുളക് എടുക്കണ്ട. അല്ല, മുളകിന്റെ കായ കംപ്ലീറ്റ് പോയിട്ടില്ല കേട്ടോ. അതാണ്. ആണോ? ഇതിന് ചട്നി ഒന്നും വേണ്ട. തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. സോസ് ടൊമാറ്റോ സോസ് മതിയില്ലേ? എൻ്റെ ഏതായിരുന്നു? ഇതല്ലേ? എൻ്റെ ഞാൻ തന്നെ കഴിച്ചോളാം. എനിക്ക് ഈ പച്ച ചട്നി കൂടുതൽ ഇഷ്ടമായത്. ഇതിലേക്ക് അതിന്റെ ഫ്ലേവർ കൂടുതൽ മാച്ച് ആവണേ. കൂട്ടി കഴിക്കുമ്പോ ഉപ്പ് വേണം കേട്ടോ, സ്വല്പം ഉപ്പ് വേണം. അതെന്റെ അല്ല, ഇതാണ് എൻ്റെ. അവിചാരിതമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലേ? ചേട്ടാ ഒന്നും മിണ്ടാത്തേ. ഇങ്ങനൊരു വീഡിയോ എടുക്കുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ അങ്കമാലിക്ക് പോകും, ഷൈനി ചേച്ചിയുടെ വീട്ടിലേക്ക്. അതന്നെ, കുറേ വീഡിയോസ് ചെയ്യാന്ന്. അപ്പം നമ്മുടെ സ്വന്തം ഷൈനി ചേച്ചിയും രാജു ചേട്ടനും എന്തേ പോവാണ് കേട്ടാ. അവര് നമുക്ക് കുക്കീസ് അല്ല, എന്തായിരുന്നു ചേച്ചി അതിന്റെ പേര്? നാൻ കട്ടായി പിന്നെ ബ്രൗണി കൊണ്ടുവന്നതിന് പകരം നമ്മൾ നമ്മുടെ പറമ്പിലുണ്ടായ കുറച്ച് പച്ചക്കറികൾ പകരം കൊടുക്കുന്നു. പിന്നെ ഇവർക്ക് 2 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? എഡ്വിൻ, അനീന. എഡ്വിന്റെ വൈഫ് അനീന, പിന്നെ ഏഞ്ചൽ മോളുടെ പേര്. അപ്പൊ അവർക്കൊക്കെ ഞങ്ങളുടെ ഒരു ഹായ് ട്ടോ.
പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടാണ് ഇവര് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അപ്പൊ ഇവര് ഇറങ്ങാന്ന് ഈ നല്ല ചുട്ട വെയിലത്ത് ഇവര് അങ്കമാലിക്ക് പോവാണ്. പിന്നെ എല്ലാവരോടും ഇവരെ സപ്പോർട്ട് ചെയ്യണോട്ടോ. അജൂസിന്റെ സരിതയുടെയും ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണോട്ടോ. ഇവര് നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്നവരാണ് കേട്ടോ. അവരെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഹിന്ദിയിൽ പറയണോ? വേണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് ഇനി ഹിന്ദിയിൽ പറയാല്ലേ. കൂടുതൽ മലയാളം അറിയാം ഹിന്ദിക്കാർക്ക്. അതെ.